ഹ്യൂമൻ റൈറ്റ്സിൽ പോയി, ഓംബഡ്സ്മാനിൽ പോയി, എല്ലായിടത്തും പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഒന്നിനും ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ പരാതി പറയുമ്പോഴേക്കും അത് അഡ്രസ്സ് ചെയ്യാനാണല്ലോ കോർപ്പറേഷൻ്റെ ജനങ്ങൾ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് നായ്ക്കളെ വളർത്തു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദുർഗന്ധവും പട്ടികളുടെ ഒച്ചയും കൊരയും, ഒന്നോ രണ്ടോ പട്ടികളല്ല, ഏകദേശം 70ഓളം പട്ടികളാണ്. കോർപ്പറേഷനോ ഗവൺമെൻറ് ഏറ്റെടുത്താൽ നായ്ക്കൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നുള്ള നിലപാട് തന്നെയാണ് അവർക്ക് അന്നും ഇന്നും ഉള്ളത്. പല ദിവസങ്ങളിൽ ഞാൻ ഓഫീസിൽ പോകാതിരുന്നിട്ടുണ്ട്. ഈ സ്മെല്ല് ക്രോസ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ്. പരമാവധി നായ്ക്കളെ മാറ്റിയതിന് ശേഷം കോർപ്പറേഷൻ തന്നെ ഈ വീട് ശുദ്ധീകരിക്കും. നമസ്കാരം. തലസ്ഥാനത്ത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു തെരുവ് നായ പ്രശ്നം പരിഹരിക്കുമെന്ന്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാട്ടായിക്കോണത്ത്, അതായത് കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്വന്തം വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന നായകൾ അത് വലിയ രീതിയിൽ ഈ നാട്ടുകാരെ ശല്യപ്പെടുത്തിയിരുന്നു, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാർ നിരവധി തവണ നഗരസഭയിൽ ഉൾപ്പെടെ പരാതി നൽകുന്നു. ഈ പരാതിയെ തുടർന്ന് നിലവിലിപ്പോൾ ഈ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നായകളെ ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ്. എന്തായാലും ഏകദേശം 60-ലധികം നായകളാണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥയും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവിടെ അസഹനീയമായ സ്മെല്ലാണ് അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ കോഴി വേസ്റ്റ് ഉൾപ്പെടെ, അതുകൂടാതെ ഈ നായ്ക്കളുടെ കാഷ്ടം ഉൾപ്പെടെ വൃത്തിഹീനമായ വളരെ മോശമായൊരു അന്തരീക്ഷമാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും ഇപ്പോൾ ആ നായകളെ എല്ലാം തന്നെ, അതായത് 60-ലധികം വരുന്ന നായകളെ ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ നിരവധി ഉദ്യോഗസ്ഥ സംഘം നിലവിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നായകളെ എല്ലാം തന്നെ നിലവിലിപ്പോൾ മാറ്റുകയാണ്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി വർഷങ്ങളായി, അതായത് 2020 മുതൽ, ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് പ്രകാരം 2020 മുതൽ നമുക്ക് ഈ വീട് കാണുവാൻ സാധിക്കും. ഈ വീട്ടിലാണ് ഇത്രയധികം നായ്ക്കൾ ഉണ്ടായിരുന്നത്, അതായത് 60-ലധികം നായ്ക്കൾ ഉണ്ടായിരുന്നത്. ഈ വീടിന് ചുറ്റും നിരവധി മറ്റ് വീടുകളുമുണ്ട്. നിരവധി വീടുകൾ ഉള്ളൊരു പ്രദേശമാണ് ഈ കാട്ടായിക്കോണം. ഇവിടെയാണ് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ വളരെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു നായ വളർത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനൊരു പരിഹാരം എന്നോണം മേയർ VV രാജേഷ് ഇടപെട്ടുകൊണ്ട് നിലവിലിപ്പോൾ ആ നായ്ക്കളെ ഇവിടെ നിന്നും ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഭാഗം നോക്കുമ്പോൾ ഈ അയൽവാസികളെ സംബന്ധിച്ച് വലിയ അവർക്ക് മാനസിക പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ 67 നായ്ക്കളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അവർ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അവർ ഇതിന് ഇത്രയും കാലം ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തി എന്നുള്ളതും അതിൻ്റെ ഒരു പോസിറ്റീവായൊരു വശം കൂടിയാണ്. എന്തായാലും നിലവിലിപ്പോൾ ഈ നാട്ടുകാരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നോണം ഇപ്പോൾ ഈ നായ്ക്കളെ ഇവിടെ നിന്നും ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ്. വലിയ രീതിയിൽ പരാതി ഉയർന്നു വന്നിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ജനങ്ങൾ പരാതി പറയുമ്പോഴേക്കും അത് അഡ്രസ്സ് ചെയ്യാനാണല്ലോ കോർപ്പറേഷൻ്റെ ജനങ്ങൾ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്ത് റിസ്ക് വന്നു കഴിഞ്ഞാലും, ഭരണസമിതിക്ക് എത്ര റിസ്ക് വന്നു കഴിഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവുനായ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. ഇതിപ്പോൾ കാട്ടായിക്കോണത്തു നിന്നുള്ള ഞങ്ങൾ ചുമതലയിലേറ്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത്. അപ്പോൾ തന്നെ ഇവിടുത്തെ കൗൺസിലറെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഈ വിഷയം പരിഹരിക്കും. ജനുവരിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള നായ്ക്കളെ മാറ്റാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി നായ്ക്കളെ ഇന്ന് തന്നെ മാറ്റുന്നത്. ബാക്കിയുള്ളതിനെ വരാൻ പോകുന്ന ദിവസങ്ങൾ ചെയ്യും. എങ്ങോട്ടാണ് മാറ്റുന്നത്? ഇതിപ്പോൾ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ABC സെൻറ്റർ, വണ്ടിത്തടത്തുള്ള തിരുവല്ലം വണ്ടിത്തടത്ത് ABC സെൻറ്ററിലേക്കാണ് മാറ്റുന്നത്. അവിടെ കൊണ്ടുപോയി ABC നടത്തി വാക്സിൻ കൊടുത്ത്, അതുപോലെ തന്നെ മൾട്ടി കമ്പൗണ്ട് വാക്സിനിൻ്റെ വൈറ്റമിൻ മിനറൽസൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള വാക്സിനൊക്കെ കൊടുത്ത് ഒരാഴ്ച നിരീക്ഷിച്ച് ടിക് ഫീവറിൻ്റെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റും. ഈ മുൻ ഭരണസമിതിക്കും ഈ സമാനമായ പരാതി ലഭിച്ചിരുന്നു, അറിയാം?
അല്ല, അവരെന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തില്ലെന്ന് പറയേണ്ട അവരാണ്. എന്തായാലും അന്നുണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ ചെറുതായിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് മെച്ചപ്പെടുത്തിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന ഭരണസമിതി എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ അവർ പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ 2020 മുതൽ പ്രശ്നം 2020-2023 ഒക്കെ ഇവിടുന്ന് പരാതി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. 2 ആഴ്ച ആയപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒരു പരിശോധന നടത്തി ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞു ജനുവരി മാസത്തിൽ തന്നെ ഇവിടുന്ന് നമുക്ക് നായ്ക്കളെ മാറ്റി തുടങ്ങാമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ നായ്ക്കളെ മാറ്റിയതിന് ശേഷം കോർപ്പറേഷൻ തന്നെ ഈ വീട് ശുദ്ധീകരിച്ച് മറ്റുള്ള നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് മാറ്റി ഇവർക്ക് താമസിച്ചിരുന്നവർക്ക് സുഖമായി താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കും. ഈ നായ്ക്കളെ മാറ്റാൻ ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. അല്ല, പോലീസ് ഉദ്യോഗസ്ഥ ആദ്യം മുതൽ തന്നെ നായ്ക്കളെ കോർപ്പറേഷനോ ഗവൺമെൻറ്റോ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ആ ഒരു വിരോധമില്ല, കൊണ്ടുപോകണം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു. അവർക്ക് പുറത്തോട്ട് തുറന്നുവിടാൻ ഒരു മടിയുണ്ട്. കാര്യം അവർ തുറന്നുവിടാത്തത് നല്ലതാണ്. തുറന്നുവിട്ടാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആൾക്കാരൊക്കെ കടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ പറഞ്ഞു കോർപ്പറേഷനോ ഗവൺമെൻറ്റോ ഏറ്റെടുത്താൽ നായ്ക്കളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നുള്ള നിലപാട് തന്നെയാണ് അവർക്ക് ഇന്നും ഉള്ളത്. എന്തായാലും വളരെ നന്ദി. ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ വിഷയമായിരുന്നു. നേരത്തെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ 5 വർഷം മുമ്പ് ഇവിടെ കൗൺസിലറായിരുന്നു. ആ സമയത്തൊന്നും ഇവിടെ നായ്ക്കളില്ലായിരുന്നു. അപ്പോൾ അമ്മയുണ്ടായിരുന്നു, അമ്മയും മകളുമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് നായ്ക്കളെ വളർത്തു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവരുടെ, പ്രത്യേകിച്ച് രമ്യയുടെ തൊട്ടടുത്ത വീട്ടിൽ അവരുടെ നിരന്തരമായിട്ടുള്ള പരാതി, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാനലുകാരെല്ലാം വന്നതിന് ശേഷമാണ് ഞാനും അറിഞ്ഞിവിടെ എത്തി അന്ന് തന്നെ ഞാൻ ഈ മെറ്റിൽഡായിട്ട് സംസാരിക്കുമ്പം നായ്ക്കളെ മാറ്റുന്നതിന് അവർക്കൊരു എതിർപ്പുമില്ല. അവർ പൂർണ്ണമായിട്ട് അതിനോട് യോജിച്ച്. കഴിഞ്ഞ ഘട്ടത്തിൽ നഗരസഭയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്മെല്ല് ഇവിടെ നമ്മൾ നിൽക്കുന്നേക്കാൾ ആ റോഡിൽ നിൽക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒപ്പം ഞാൻ ഈ മെറ്റിൽഡോട് ചോദിച്ച് ഈ താമസിക്കുന്ന നായ്ക്കളെ കൂട്ടത്ത് തന്നെയാണ് അവിടെ കിടക്കുന്നതെന്ന്. അപ്പം പറഞ്ഞു ഓന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുമായിട്ട് ചേർന്നപ്പം അദ്ദേഹത്തിനൊരു പ്രത്യേകത തോന്നുന്നില്ലായിരിക്കും. പക്ഷെ പൂർണ്ണമായി നായ്ക്കളെ മാറ്റുന്നതിനോട് മെറ്റിൽഡ സഹകരിച്ച്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത്. എന്തായാലും ഏറെ ശ്രമകരമായ പ്രവൃത്തിയാണ് നഗരസഭ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 67 നായ്ക്കളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2020 മുതൽ നാട്ടുകാർ നഗരസഭയെ സമീപിക്കുകയും ഇവിടുത്തെ കൗൺസിലറെ എല്ലാം തന്നെ സമീപിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇതുവരെയും അത് പരിഹരിക്കാൻ തയ്യാറായില്ല. BJP അധികാരത്തിലേറിയതിന് ശേഷം പിന്നീട് മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആ ഒരു 67 നായ്ക്കളെ ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥയും ഈ നായ്ക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ നമുക്കൊരു ശുദ്ധമായി പോലും ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ നായ്ക്കളെ വളർത്തുന്ന വീടിന് തൊട്ടടുത്തുള്ള അയൽവാസിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. വലിയൊരു വിഷയം തന്നെ. അതെ, വലിയൊരു വിഷയമായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ ദുർഗന്ധവും പട്ടികളുടെ ഒച്ചയും കുരയും. 1-2 പട്ടികളല്ല, ഏകദേശം 70ഓളം പട്ടികളാണ്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഇന്നൊരു സൊല്യൂഷൻ ഉണ്ടായി. വളരെയധികം നന്ദിയുണ്ട്. അതിൽ പരാതി 2024 ഞാൻ ആദ്യമായി പരാതിയുമായി കോർപ്പറേഷനെ സമീപിക്കുന്നത്. അപ്പോൾ ഏകദേശം 15 പട്ടികളായപ്പോഴാണ് ഞാൻ കംപ്ലൈൻ്റായിട്ട് പോകുന്നത്. പക്ഷേ ആ സമയത്ത് ഈ 15 പട്ടികളെ മാറ്റാനുള്ള ഷെൽട്ടറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിങ്ങനെ ഡിലേ ആവുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൽ പോയി, ഓംബഡ്സ്മാനിൽ പോയി, എല്ലായിടത്തും പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഒന്നിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. അവസാനത്തെ ഒരിതെന്ന രീതിയിലാണ് മീഡിയയെ കോൺടാക്റ്റ് ചെയ്തത്. അത് പിന്നെ നമ്മുടെ മേയറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ സാധിക്കും. ഞാൻ ആക്ച്വലി കഴിഞ്ഞ 2 വർഷം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, 70 പട്ടി ഒരുമിച്ച് ഹൗൾ ചെയ്താലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി കിടക്കാനേ പറ്റില്ല. രാത്രി നല്ല ഒരു 6 മണി കഴിഞ്ഞാൽ ഈ പട്ടിയിൽ ഇങ്ങനെ ഹൗൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് 10 വയസ്സിലൊരു മോനുണ്ട്. അപ്പം ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? മോന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്മെല്ല് ഇതല്ല ആക്ച്വലി സ്മെല്ല്. കാരണം വൈകിട്ടാകുമ്പോൾ ഈ ഓരോ ഷോപ്പിൽ പോയി മറ്റേ വേസ്റ്റ്, ഇറച്ചികളുടെയൊക്കെ വേസ്റ്റും റോ മീറ്റും വാങ്ങിയിട്ട് വരും. അത് ഈ വഴിയിലിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. മഴ കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പല ദിവസങ്ങളിൽ ഞാൻ ഓഫീസിൽ പോകാതിരുന്നിട്ടുണ്ട്. ഈ സ്മെല്ല് ക്രോസ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് വീടിൻ്റെ ജനലോ കതകോ തുറന്ന് കിടക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിൻ്റെ കതകും ജനലും തുറക്കാറേ ഇല്ല. അത്രയ്ക്ക് മണമാണ്.
കാരണം ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല. ഈ പട്ടിയുടെ പൂപ്പും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ക്ലീനിങ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഭയങ്കര ആശ്വാസം. കാരണം ഞാൻ 2 വർഷമായിട്ട് ഇവിടെ ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല. അപ്പോൾ ഇത് വളരെ വളരെ ആശ്വാസമുണ്ട്. വളരെ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, എന്തായാലും ഇതാണ് തൊട്ടടുത്ത അയൽവാസിയുടെ പ്രതികരണം. അവർ വർഷങ്ങളായി ഉറങ്ങിയിട്ട്, കാരണം ഈ ഒരു നായ്ക്കളുടെ കുരയും അതുകൂടാതെ ഇവിടെ കോഴി വേസ്റ്റാണ് നായ്ക്കൾക്ക് ഭക്ഷണമായി പോലീസ് ഉദ്യോഗസ്ഥ നൽകിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം തന്നെ വളരെ ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിരന്തരം ഈ നാട്ടുകാർ, ഈ ചുറ്റുമുള്ളവർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ BJP അധികാരത്തിലേറിയതിന് ശേഷം മേയർ VV രാജേഷ് മേയർ ആയതിന് ശേഷം ആ ഒരു വിഷയത്തിന് കൃത്യമായി പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇവർക്കിപ്പോൾ സമാധാനമായി ഉറങ്ങാം, ഉണ്ണാം എന്നൊക്കെയാണ് നാട്ടുകാർ എന്തായാലും നമ്മളോട് വ്യക്തമാക്കുന്നത്. മുൻപ് 2024 നഗരസഭയ്ക്ക് മുൻപിൽ പരാതി നൽകിയെങ്കിലും ആ ഒരു പരാതി പരിഹരിക്കാനൊന്നും തന്നെ നഗരസഭാ അധികൃതരോ മേയറോ അന്നത്തെ മേയറോ ഒന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിലിപ്പോൾ അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.